പള്ളിപ്പുറം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തിന്റെ ഭാഗമായി ക്ഷീര കർഷക പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ഓണക്കിറ്റ് ഓണക്കോടി വിതരണമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ സംഘം ഇത്തവണ ഓണക്കിറ്റ് വിതരണം നടത്തുന്ന ഈ വേളയിൽ കർഷകരുടെ വലിയൊരു കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മേഖല തീരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഓണം കടന്നു വരുന്നത്. ഇന്ന് കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്ന ഈ വേളയിൽ ക്ഷീരമേഖല നേരെ കീഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷീരമേഖലയ്ക്ക് വാർദ്ധക്യം സംഭവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ മാസവും രണ്ടോ കർഷകർ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണത്തെ വിലവർദ്ധന ഉണ്ടായപ്പോൾ നമ്മുടെ ക്ഷീര കർഷകർക്ക് സർക്കാർ നിശ്ചയിച്ചത് 4 രൂപയാണ്. എന്നാൽ നമ്മൾ 2 രൂപയും കൂടി അധികം കയറ്റി വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ പാലിവില 6 രൂപ കൂട്ടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ചിങ്ങം 1 നമ്മുടെ ഓണാഘോഷങ്ങൾ തുടങ്ങുന്ന ദിവസം. അതുപോലെ തന്നെ ഇന്ന് കാർഷിക ദിനമാണ്. കേരളമെമ്പാടും കൃഷിക്കാരുടെ ദിനമായി ഇന്ന് ആഘോഷിക്കുകയാണ്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നമ്മുടെ ജില്ലയിൽ കളമശ്ശേരിയിൽ വെച്ച് ഏതാണ്ട് നേരത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്നുണ്ടാവും. കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങളുടെ ചില അവാർഡുകൾ വിതരണം ചെയ്യുന്നതിൽ പള്ളിപ്പുറം പഞ്ചായത്തിന്റെ ജില്ലയിൽ കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ആ അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി കളമശ്ശേരിയിൽ പോയിരിക്കുകയാണ്. നമ്മൾ ഈ സഹകരണ പ്രസ്ഥാനം എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ സമസ്ത മേഖലയിലും പിടിമുറുക്കിയിട്ടുള്ള ഒന്നാണ്. ഇതിന് വലിയ ചരിത്രമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സമഗ്രമായ വികസനത്തിന്, സാമ്പത്തിക പുരോഗതിക്ക് വളരെയേറെ പങ്കുവച്ചിട്ടുള്ള ഒന്നാണ് സഹകരണ പ്രസ്ഥാനം. അതിപ്പോ വായ്പാ സഹകരണ സംഘങ്ങളായാലും, പാൽ സംഭരിക്കുന്ന സഹകരണ സംഘങ്ങളായാലും, മത്സ്യം, അതുപോലെ വിവിധ വിഭാഗം സഹകരണ സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയും അതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ഗുണകരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് നമുക്ക് മിൽക്ക് സൊസൈറ്റികൾ വരിക. നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങൾക്കറിയാം 2 തരത്തിലുള്ള മിൽക്ക് സൊസൈറ്റികളുണ്ട്. ആപ്കോസ് സംഘങ്ങളുണ്ട്, പരമ്പരാഗത സംഘങ്ങളുണ്ട്. നമ്മൾ പരമ്പരാഗത സംഘത്തിന്റെ പട്ടികയിൽ പെടും. ആപ്കോസ് സംഘം എന്ന് പറയുമ്പോൾ മിൽമയുമായി ബന്ധപ്പെട്ട് ഉള്ള സംഘമാണ്. ആനന്ദ് പാറ്റേൺ നിങ്ങൾ കേട്ടിരിക്കും. കർഷകരെ സംബന്ധിച്ചല്ല എപ്പോഴും നിങ്ങളുടെ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ആപ്കോസ് സംഘം. അത് ആനന്ദ് പാറ്റേണിലാണ്. ആനന്ദ് ഗുജറാത്തിലുള്ള ലോകത്ത് തന്നെയുള്ള ഏറ്റവും വലിയ ഒരു ഡയറി സഹകരണ സംഘമാണ് ആപ്കോസ്. പക്ഷെ ഇന്നത് ഒരു സഹകരണ മേഖലയുടെ എല്ലാ സ്വഭാവങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുരാഷ്ട്ര കുത്തക കമ്പനി പോലെ ആയി മാറിയെന്നുള്ള ഒരു കുഴപ്പം ആപ്കോസിനുണ്ട്. ഈ നിയമക്കുണ്ട്. നിയമല്ല, അമുൽ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരുപാട് പേർക്ക് തൊഴിൽ ലഭ്യമാകുന്ന, വരുമാനം ഉണ്ടാക്കുന്ന, തൊഴിൽ ലഭ്യമാകുന്ന ഒരു പദ്ധതിയായിട്ട് ഈ സംഘം കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ഇവിടെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചു, കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കർഷകരുടെ എണ്ണം കുറയുന്നു. പുതിയ ഒരു തലമുറ ഈ പ്രവൃത്തിയിലേക്ക് വരുന്നില്ല എന്നെല്ലാം ഉള്ളൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കർഷകരും പാലുൽപാദനവും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സഹകരണ സംഘത്തിന് തന്നെ നിലനിൽക്കും. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം, നമ്മുടെ നാട്ടിൽ പാൽ ആവശ്യമാണ്. അത് നല്ല പാല് കിട്ടണം, നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന പാല് കിട്ടണം. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ
ഒരു ജീവിതമാർഗം എന്നുള്ള നിലക്ക് ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല ഇത്. നമ്മുടെ നാടിന്റെ ജനങ്ങളുടെ ഒരു ആവശ്യം കൃത്യമായി നിറവേറ്റുന്ന ഒരു സേവനം കൂടിയാണ് ഈ പശു വളർത്തലിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ പ്രവർത്തനമാണ്. ഏതായാലും നമുക്കിത് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. നിലവിലുള്ള കർഷകർ തന്നെ കൂടുതൽ പശുക്കളെ, നല്ല നിലവാരമുള്ള പശുക്കളെ എല്ലാം സംഘടിപ്പിച്ച് കൂടുതൽ ഉത്പാദനം നടത്താൻ ശ്രമിക്കണം. പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് വരണം. പിന്നെ പഴയ കാലങ്ങളെ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കറിയാം, പണ്ടെല്ലാം ഒരു പശു അല്ലെങ്കിൽ 2 പശുവിനെ ഉപയോഗിച്ച് ജീവിതമാർഗം കണ്ടെത്തുന്നതിൽ നിന്നുപരിയായി ഇന്ന് ഫാമുകളാവുന്ന ഒരു സ്ഥിതിയുണ്ട്. അതെല്ലാം ആധുനിക കാലഘട്ടത്തിൽ ആവശ്യമാണ്. അതിനെല്ലാം വിപുലീകരിക്കാനുള്ള പദ്ധതികളാണ് ഇനി നമ്മൾ അങ്ങോട്ട് ആലോചിച്ച് പോകുന്നത്. ഏതായാലും നമുക്ക് ഇന്നത്തെ പ്രതിസന്ധിയെ മറികടക്കണം. സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഒരു ആയുധമാണ് സഹകരണ സംഘം. നമ്മുടെ നാട്ടിൽ നമുക്കറിയാലോ, കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് 70-നെല്ലാം മുമ്പുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിൽ നിന്നും കേരളത്തെ ഇന്നത്തെ ഒരു സാമ്പത്തിക നിലയിലേക്ക് എത്തിച്ചതിൽ വിവിധ സഹകരണ സംഘങ്ങൾ, ഒരു വിഭാഗം സഹകരണ സംഘം മാത്രമല്ല, വിവിധ വിഭാഗം സഹകരണ സംഘങ്ങൾ വലിയ പങ്ക് വഹിച്ചു. സഹകരണ പ്രസ്ഥാനം ഉണ്ടാകുന്നത് തന്നെ പ്രതിസന്ധിയിൽ നിന്നാണ്. പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി ലോകത്ത് ആവിർഭവിച്ച ഒരു പ്രസ്ഥാനമാണ് സഹകരണ സംഘം. അതുകൊണ്ട് ഇപ്പോൾ ഈ പാൽമേഖലയിൽ ഉത്പാദനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് തന്നെ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. സംഘം പ്രസിഡന്റ് CA ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ PP മനോഹരൻ, സൂരജ്, വിഷ്ണു, ജീമോൻ ലാസർ തുടങ്ങിയവർ സംസാരിച്ചു.